നമ്മളിൽ അധികം ആളുകളും ജോലി ചെയ്യുന്നവരാണ്. പല ഫീൽഡിലും ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, ഇനി നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാവാം, അതല്ലെങ്കിൽ മറ്റ് കമ്പനികളിൽ മറ്റ് മാനേജ്മെൻറ്റൊക്കെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അധികവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു ആളുകളോടാണ് എനിക്ക് പ്രധാനമായിട്ടും കുറച്ച് ഉപദേശം എന്നല്ല, കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ലൈഫ് എങ്ങനെയായാലും നമ്മൾ അധിക സമയവും ചിലവഴിക്കുന്നത് ജോലി സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം മനോഹരമാക്കുന്നു അത്രത്തോളം നമ്മുടെ ലൈഫും മനോഹരമാവും. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സുഹൃത്തുക്കൾ, അതല്ലെങ്കിൽ നമ്മൾ അവിടെ ചിലവഴിക്കുന്ന, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു ദിവസത്തിൽ ഒരു 12 മണിക്കൂറോ 13 മണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടുണ്ടാവുക. അതായത് വീടിന് പുറത്തോ അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന അത്ര ആയിരിക്കും. ബാക്കി പിന്നെ ഉറങ്ങിയിട്ടും ഒക്കെ ആയിട്ട് ടൈമോ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും, മറ്റ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. പ്രധാനമായിട്ടും വരുന്ന നമ്മുടെ ആക്റ്റീവ് ടൈം എന്ന് പറയുന്നത് ജോലി സ്ഥലത്ത് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ അടിപൊളിയാക്കാം എന്നൊക്കെ ഉള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മളൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നമുക്കറിയാം നമ്മുടെ ഒരു ക്ലാസ്, നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ ആ ഒരു ഇതിൽ എല്ലാവരെയും കാണാമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരാളുടെ പിന്നെ അതിന് പരിമിതികളുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇടപെടാം, അതല്ലെങ്കിൽ എന്തും പറയാം, ആ ഒരു ഇത്. പക്ഷേ നമ്മൾ ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ ചില പരിമിതികളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് വേണം ഇപ്പോൾ ഒരു കമ്പനി ബേസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരാളുടെ ഒരു പ്രൈവസി ഉണ്ടാവും ഒരാൾക്ക്, അപ്പോൾ അതിൽ നമ്മൾ ഇടപെടാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെസ്പെക്റ്റ് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ പല രീതിയിലുള്ള ആളുകളുണ്ടാവും. അതായത് പല പൊസിഷനിലുള്ള ആളുകളുണ്ടാവും. പിന്നെ ചില നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ബേസിൽ അങ്ങനെ. പക്ഷേ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ബൗണ്ടറി, ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ എങ്ങനെയാണ് അവരുടെ ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ആ ഒരു ബേസിക്കലി നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിൽ തന്നെ കാണാം. അതായത് ഇപ്പോൾ ആരുടെയും ശത്രുക്കളോ ഒന്നുമല്ല. നമ്മൾ ആ ഒരു രീതിയിലല്ല നമ്മൾ എവിടെയും ജോലി ചെയ്യാൻ പോണതൊന്നും. എല്ലാവരും ജോലി ചെയ്യുന്നത് അവരുടെ ജീവിതം ഈ പറഞ്ഞ പോലെ രണ്ടറ്റം മുട്ടിക്കാനാണെന്നൊക്കെ അറിയാം. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ. അതായത് ക്യാഷ് നമുക്ക് പറഞ്ഞ പോലെ മന്ത്ലി സാലറി ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാഷ് അത് തന്നെയാണ് എല്ലാവർക്കും. കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളും ജോലിക്ക് പോകുന്നതൊക്കെ. പിന്നെ ഇതിങ്ങനെ അത്രയും മനോഹരമാക്കുക. അതായത് നമുക്കറിയാലോ അല്ലേ, നമ്മുടെ ലൈഫ് ടൈമിൻ്റെ അധികവും ഈ ജോലി സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അതിൽ ഒന്നാമത് നമ്മൾ മറ്റാളുകളുടെ പ്രൈവസിയിലേക്കൊന്നും പോകാതിരിക്കുക. പിന്നെ ഉള്ള ഇത് വെച്ചിട്ട് നമ്മൾ എല്ലാവരോടും പുഞ്ചിരിച്ചത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ പെരുമാറാം. അതായത് ജോലി അതൊരു വേറൊരു തന്നെയാണ്, പിന്നെ ലൈഫ് അത് വേറെ. അപ്പോൾ ജോലിയിൽ ഇപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പറഞ്ഞ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ വിഷ് ചെയ്യുക. കാരണം അതൊക്കെ അവർക്ക് നമ്മളെ ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ ഒരു ബർത്ത്ഡേ വരുമ്പോൾ അയാളുടെ കൊളീഗ്സിൻ്റെ തന്നെ ആയിരിക്കും ആ ഒരു വിഷയും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുക. ഇനി നമ്മൾ ജോലി സ്ഥലത്ത് തന്നെ പല കാറ്റഗറിയിലുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ആ ഒരു ജോബ് ബേസിൽ തന്നെ ഹൈ പൊസിഷനിലുള്ള ആളുകളുണ്ടാവും, അതിന് താഴെ തട്ടിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അതുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ താഴെ ആ ഒരു ലെവലിൽ കാണുന്നത് ആരും ചിലപ്പോൾ പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാത്ത അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ആ ഇതിലുള്ള ആളുകൾ, ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫുകളാവട്ടെ, സെക്യൂരിറ്റി, നമ്മളൊന്നും കൂടുതലായിട്ട് ഇടപഴക്കം വരുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു പുഞ്ചിരി കാര്യങ്ങളൊക്കെ അവരെ സന്തോഷിപ്പിക്കും. ഞാനൊരിക്കൽ അബ്ദുറഹ്മാൻ രീഫിയ തോന്നുന്നു, ജീവിതം ആസ്വദിക്കുന്നുള്ളൊരു പുസ്തകത്തിൽ ആൾ പറയുന്നുണ്ട്. ആളെ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും പോയി വരുമ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ കാണുമ്പോൾ ആളെ നോക്കി പുഞ്ചിരിക്കും. അതുപോലെ തന്നെ ആളെ ജസ്റ്റ് ഒന്ന് അവരോട് സലാം പറയും. അതായത് അയാളൊന്ന് മെയിൻ്റ് ആക്കും, ഗ്രീറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എപ്പോഴും പോകുന്നുണ്ടാവുക. അങ്ങനെ ഒരു ദിവസം പിന്നെ ആളെ കാണാതെ ആയപ്പോൾ ഇവരെക്കുറിച്ച് തിരക്കിയെന്നൊക്കെ. അതായത് അയാൾ ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു ഒരൊറ്റ പുഞ്ചിരിയായിരുന്നു ഇയാളവിടെ പിടിച്ച് നിർത്തിയത്. വേറെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഒരു പുഞ്ചിരിയെങ്കിലാണ് എല്ലാവരും നമ്മളെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു കാര്യം അതാണ്, നമ്മൾ എല്ലാവരെയും അങ്ങോട്ടുണ്ടൊക്കെ മ്യൂച്വൽ റെസ്പെക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്മൈൽ കൊണ്ടൊക്കെ തന്നെ അവിടെ മനസ്സിൽ ഇടം പിടിക്കുക. ആ ഒരു സംഗതിയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ വരുമ്പോൾ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ജോബിലൊക്കെയാണ് അവർ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സീനിയർ സ്റ്റാഫ്, അതായത് സീനിയർ എംപ്ലോയീസ് ആയിട്ടുണ്ടെങ്കിൽ ജൂനിയറായിട്ട് ആരെങ്കിലൊക്കെ വരുമ്പോൾ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അവരെ ഹെൽപ്പ് ചെയ്യാം. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ജൂനിയർ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ ബുദ്ധിമുട്ടിയ ടൈമിൽ ഹെൽപ്പ് ചെയ്ത ആളുകളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥാപനങ്ങളായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഓരോ ആളുകളുണ്ടാവും. കാരണം അവരായിരിക്കും നമ്മൾ കുടുങ്ങിയ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക.
അതിൽ നമുക്ക് ജോബിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അത്തരം ആളുകളായിരിക്കും. പിന്നെ വേറൊരു കാര്യം ഞാനിതിൽ സൂചിപ്പിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ അധികം ഇപ്പോൾ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടംപോലെ അങ്ങനത്തെ ആളുകളാവും. അതിനെങ്കിൽ വിഷയമൊന്നും ചെയ്യാൻ ആരും ഇല്ലാത്ത ഒറ്റപ്പെട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അവരുടെ ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അവർ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അവരിൽ വരുന്ന സന്തോഷം കാര്യങ്ങളൊക്കെ വളരെ വലുതാണ്. കാരണം അവർ പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ, അതായത് ജോലി ചെയ്യുന്ന സ്ഥലമാണ്, അവരും നമ്മുടെ പോലെ തന്നെ ലൈഫിൻ്റെ ഒരു പരമാവധി സമയം അവിടെ ചിലവഴിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാതെ അവരുടെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങളുണ്ടാകുമ്പോൾ ഒരു ഗിഫ്റ്റ് നമ്മളിത് വരാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് അറിയാം അവർക്കായി സന്തോഷം നമുക്കൊരു സന്തോഷം കിട്ടാനുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ പോകുമ്പോഴും നമുക്ക് ഭയങ്കര മനോഹരമായിട്ടൊക്കെ ലൈഫ് തോന്നും. കാരണം നമ്മളവിടെ ജീവിക്കുകയാണ് ശരിക്കും. മറ്റേതെന്താ, നമ്മൾ ജസ്റ്റ് ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു, ആ ജോലി കഴിഞ്ഞിട്ടുള്ള ടൈം വേണം നമ്മുടെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് എന്താണെന്ന് കാണാൻ കഴിയും. പിന്നെ നമ്മളെ വർക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇത് വരുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ മെയിനായിട്ട് ചിന്തിക്കൽ, വർക്ക് പ്രഷറും കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഹദീസ് ഉണ്ട്, മുസ്ലിം തങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങളുടെ താഴെ തട്ടുള്ളവരെ നോക്കുക, മുകളിലേക്ക് നോക്കരുതെന്ന്. അതായത് നമുക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം ബൈക്ക് ഉള്ള ആൾ, അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ വീട് ഇതൊക്കെ ഉള്ള ആളുകൾ അതിലും വലുതിലേക്കാണ് നോക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ സ്വന്തമായിട്ട് വാഹനമില്ലാത്ത, സ്വന്തമായിട്ട് വീടില്ലാത്ത, സ്വന്തമായിട്ട് ഒരു ജോലി പോലും ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവിടേക്ക് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ജോബിൻ്റെ ആ ഒരു പ്രഷർ കുറേ. ഇപ്പോൾ നമ്മൾ കേവലം ഒരു ഓഫീസിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ആ ഒരു ഇതിൽ നമ്മൾ എന്നിട്ടും ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ ഭയങ്കര ഇടങ്ങേറ് പിടിച്ച് ജോലി എന്നൊക്കെ ചിന്തിക്കരുത്. നേരെ മറിച്ച് നമ്മൾ ജസ്റ്റ് നോക്കാം, നമ്മൾ ഈ റോഡ്, അതായത് ഈ ചുട്ട് പൊള്ളുന്ന വെയിലിൽ പോലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ നമ്മളെപ്പോലെ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരും. അപ്പോൾ നമുക്ക് കിട്ടിയതിൽ അനുഗ്രഹം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ജോബിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പരാതി ഉണ്ടാവില്ല. കാരണം ഇന്ന് നമുക്കറിയാം നല്ല ജോലിയുള്ള ആളുകളാണ് കൂടുതലും സ്ട്രെസ്സ് എന്ന് പറയുന്നത്. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് ജോലി എടുത്തെടുക്കും, ആ ഒരു ഇത് പറയണ്ടാവില്ല സ്ട്രെസ്സ് എന്നുള്ളത്. എന്നാലും ഉണ്ട് കേട്ടോ, ചില ഇപ്പോൾ IT അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രഷറുകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു തരത്തിൽ, അതായത് ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് വരാൻ പറ്റും. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ ദൈവത്തിന് നന്ദി ചെയ്യാം. ഇപ്പോൾ മുസ്ലിംസിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലേ, ഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ നന്ദി ചെയ്യുന്തോറും ദൈവം നിങ്ങൾക്ക് റിവാർഡുകൾ നിന്ന് തന്നുകൊണ്ടേയിരിക്കും. അത് വളരെ സത്യമാണ്. അത്ര നന്ദിയുള്ളവനായിരിക്കാം എന്നല്ലേ. നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടിയ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളുകൾ ഒരിക്കലും മറക്കരുത്. ചിലപ്പോൾ നമ്മൾ പാതിരാത്രി ചിലപ്പോൾ എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ റെയിൽവേന്നോ ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സുഹൃത്തുക്കളുണ്ടാവും. അതിൽ നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് വലിയൊരു സംഖ്യ കടന്നു തന്ന ആളുകൾ, ആ ഒരു ഇതിൽ നമ്മളെ എങ്ങനെയും ഇനിയിപ്പോൾ നമുക്ക് വേണ്ടി വേറെ ആളെ റെക്കമെൻഡ് ചെയ്യുക, അതും ഭയങ്കര പോയിന്റ് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിലും വേറൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ അനുഭവങ്ങളുണ്ട്, എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ തന്നെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുകൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ നമ്മുടെ ജോബ് സ്ഥലങ്ങളിലായാൽ പോലും നമ്മളാ ഒരു ഇതിൽ ഇടപഴകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളോടും അങ്ങനെ തന്നെ ഇടപഴകും. അപ്പോൾ നമുക്ക് ജോലിക്ക് പോകാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നും. അല്ലാത്തപ്പോഴാണ് ഈ ഒരു മടി വരല്ലേ, ഇനിയിപ്പോൾ ആ ജോലിക്ക് പോകണല്ലോ, ഇപ്പോഴാണല്ലോ കഴിഞ്ഞിട്ടാണോ പുറത്തിറങ്ങാൻ, എന്തോ ഒരു ഫ്രീഡം കിട്ടുകയെന്നുള്ളത്. ആ ജോബ് സ്ഥലം തന്നെ നമ്മളുടെ ഒരു ലൈഫിൻ്റെ പാർട്ട്. നമ്മളിപ്പോൾ നമ്മൾ വീട്ടിലേക്കാണല്ലോ ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരാം. കാരണം എന്താ, വീട്ടിൽ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ആളുകളും പ്രിയപ്പെട്ടവരും പുഞ്ചിരിക്കുന്ന മുഖങ്ങളും, അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ നമുക്ക് ജോബ് സ്ഥലത്തേക്കും പോകാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടൊരു താല്പര്യം വരും. അതല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ലൈഫ് മനോഹരമൊക്കെ, ലൈഫ് എങ്ങനെ കളറാക്കാൻ നോക്കിയിട്ട് ഒരുപാടുണ്ടാവും. പക്ഷെ നമ്മൾ ജോബ് സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് എവിടെയാണോ അവിടെ അങ്ങോട്ട്. ഇപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഷോപ്പുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓണർ അവിടുത്തെ സ്റ്റാഫിനായിട്ടും കാര്യങ്ങൾ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫും ഈ ഒരു ഓണറെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കും. അതേപോലെ തന്നെ ഓണറും അവരായിട്ടൊന്ന് ഇടപഴകാനും അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിനായിട്ട് അയാൾക്കും വലിയ ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ അയാളുടെ ലൈഫും കളറാണ്, സ്റ്റാഫിൻ്റെ ലൈഫും കളറാണ്. അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ തമ്മിലൊരു, അതായത് അവനെൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ പിന്നെ നമുക്കെന്തോ പ്രിയപ്പെട്ടവരാണ് എല്ലാവരും. അതുകൊണ്ട് നമുക്ക് ഇവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരുന്നില്ല. നമ്മൾ ഈ ജോലി കഴിഞ്ഞ് ആരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്,
നമ്മുടെ സുഹൃത്തുക്കളായിട്ട് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോലി സ്ഥലത്ത് നമുക്ക് സുഹൃത്തുക്കൾ വരുമ്പോൾ നമുക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളവർ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അതിൽ നന്ദി പറയാം. പിന്നെ നമ്മൾ കൂടുതൽ എനിക്ക് മാത്രം എന്തിങ്ങനെ എനിക്കാണല്ലോ സ്ട്രെസ്സ് എന്ന് ആലോചിക്കരുത്. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ നമ്മളത്രയും കൂടി എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ അതിന് ദൈവത്തിനോട് നന്ദിയുള്ളവരാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് കാര്യങ്ങളൊക്കെ കളറായിക്കോളും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ലക്ക്.